അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ബാഗും ലഗേജൊക്കെ കൊണ്ട് നമ്മുടെ ഹോട്ടലിൽ വെച്ചു. അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഇപ്പം രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ്റെ പരിസരത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ലി ഹൗസ് ആൻഡ് ഗാലറി മ്യൂസിയം. അങ്ങോട്ടേക്കാണ് നമ്മൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ടെന്നീസ് കോർട്ടാണ്. ടെന്നീസ് കോച്ചിങ് ഒക്കെ നടത്തുന്ന ഒരു കോർട്ടാണ് ടെന്നീസിൻ്റെ. അപ്പം അതൊക്കെ കണ്ട് അധികം ഫുട്ബോളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫുട്ബോളും ഉണ്ടെന്ന് രണ്ടും ഉണ്ട്. അധികം ഒന്നും നടക്കാനൊന്നുമില്ല. നമ്മൾ എന്താ എടുത്ത ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഒരു 5-7 മിനിറ്റ് നടക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. 4 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. പക്ഷേ നമ്മൾ അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മുടെ ലഗേജ് അവിടെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇപ്പം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല. ഇനിയിപ്പോൾ എങ്ങനെ എടുക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് തിരിച്ചുവരെടുക്കാം. അത്യാവശ്യം ഇപ്പോൾ ഇച്ചിരി ചെറിയ തണുപ്പ് പോലെ ഉണ്ട്. ഇതുവരെ നല്ല വെയിലായിരുന്നു. അതിനൊരു വിശ്വാസത്തിലാണ് നമ്മൾ ജാക്കറ്റ് എടുക്കാതെ ഇറങ്ങിയത്. മിക്കവാറും ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ജാക്കറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, ലൊക്കേഷൻ കറക്റ്റാണ്. ലൊക്കേഷൻ കറക്റ്റാണ്. മഴ പെയ്യുമോ നോക്കാൻ. മഴ പെയ്യോ എന്നുള്ള കാര്യം കണ്ടറിയാം. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും നമുക്കാണെങ്കിൽ തൊട്ടടുത്ത ഒരു 2-5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടെ പോയിട്ട് ജാക്കറ്റ് എടുക്കുക, തിരിച്ചു വരിക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. 16 ഡിഗ്രി ഉള്ളൂ. പക്ഷേ ഫീൽസ് ലൈക്ക് 8 ഡിഗ്രി. അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇനി ഇവിടെ അടുത്തടുത്തുള്ള കുറച്ച് കൊച്ചു സ്ഥലങ്ങളിലാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് വന്നതേ ഉള്ളൂ. അപ്പം വരുമ്പോൾ തന്നെ ഉള്ള സ്ഥലങ്ങൾ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ തപ്പിപ്പിടിച്ച് നമ്മൾ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.